ഇന്ന് നമുക്ക് സിംഗർ M2400 സീരീസിൽ എങ്ങനെയാണ് ബോബിനിൽ ത്രെഡ് ഇടുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ആദ്യം നമ്മൾ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ബോബിൻ ഹോൾഡർ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോബിൻ ഹോൾഡറിൽ നിന്ന് ബോബിൻ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു നീളത്തിലൊരു പാർട്ടും ഉണ്ടാവും. അപ്പോൾ ആ പാർട്ടിൽ നമ്മൾ പതുക്കെ പുറകോട്ട് വലിക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ പുറകോട്ട് വലിച്ചു കഴിയുമ്പോൾ ഈസി ആയിട്ട് വരും. അങ്ങനെ നമുക്ക് ബോബിൻ കേസ് ഊരിയെടുക്കാൻ പറ്റും. അതിൻ്റെ അകത്താണ് ബോബിനുള്ളത്. നമ്മൾ ഈ ബോബിൻ കേസിൽ നിന്ന് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോബിൻ നമ്മുടെ കയ്യിലേക്ക് വരും. നമുക്ക് എക്സ്ട്രാ ബോബിൻ വേണമെങ്കിൽ നമ്മൾ സിംഗർ ക്ലാസ് 15 ട്രാൻസ്പെറൻറ്റ് ബോബിൻസാണ് വാങ്ങിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ബോബിനിൽ നൂലിടുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു സ്പൂൾ പിന്നുണ്ട്. ആ സ്പൂൾ പിന്നിലേക്ക് നമ്മുടെ ത്രെഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് സ്പൂൾ ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്യുക. നമ്മുടെ ത്രെഡ് ആ സ്പൂൾ പിന്നിൽ നിന്ന് പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ സ്പൂൾ ക്യാപ്പ് ഇടുന്നത്. ചെറുതും വലുതും ഉണ്ട്. ഇപ്പം എൻ്റെ ത്രെഡിൻ്റെ ഇത് കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ വലിയ സ്പൂൾ ക്യാപ്പ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ നൂല് പതുക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. ത്രെഡ് ഇതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യത്തെ കണ്ടില്ല അവിടെ 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഫസ്റ്റ് 1 എന്ന് എഴുതിയേക്കുന്ന ഗൈഡിലേക്ക് നമുക്ക് ഈ ത്രെഡ് പതിയെ ഇങ്ങനെ കയറ്റണം. നമ്മുടെ മെഷീനിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആ ത്രെഡ് ഗൈഡിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഈ സെക്കൻഡ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ അവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് അവർ ആ കാണിച്ചേക്കുന്ന പോലെ തന്നെ എടുക്കുക. സെക്കൻഡ് പാർട്ടിൽ ഒരു ഡിസ്ക് പോലെ കാണാം. അപ്പോൾ ആ ഡിസ്കിൻ്റെ കറക്റ്റ് അകത്തേക്കൂടാണോ പോയേക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക കറക്റ്റാണോ എന്ന്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോബിനിൽ ഹോൾസ് കാണും. അതിനകത്ത് ഏതെങ്കിലും മേളത്തെ ഒരു ഹോളിലേക്ക് നമ്മുടെ ത്രെഡ് ഇതുപോലെ കടത്തി വിടണം. ബോബിനിലൂടെ നൂലിട്ട ശേഷം അവിടെ ഒരു ബോബിൻ വൈൻഡിങ് സ്പിൻഡിലുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അകത്തേക്ക് നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒരു സൗണ്ടോടുകൂടി അകത്തേക്ക് പോകും. ഇനി ആ വൈൻഡിങ് സ്പിൻഡിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുക്കണം. ത്രെഡ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി പിടിച്ച ശേഷം നമുക്ക് ഫുഡ് കൺട്രോളിൽ പ്രസ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പൊക്കി പിടിച്ചേക്കുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ത്രെഡ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്പിൻഡിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കുക. എന്നിട്ട് നമ്മുടെ ബോബിൻ നമുക്ക് ഊരിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിനി ബോബിൻ ഇൻസേർട്ട് ചെയ്യണം എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ബോബിൻ ജസ്റ്റ് ബോബിൻ കേസിലേക്ക് ഇങ്ങനെ വെക്കുക. ബോബിൻ കേസിൽ ബോബിൻ ഇട്ട ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു നോക്കുക. അപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കണം ഇത് വരേണ്ടത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മളത് ഒന്നും കൂടെ റീഇൻസേർട്ട് ചെയ്യാം. ഇനി നമുക്ക് ത്രെഡ് ആ സ്മോൾ ഗ്യാപ്പിലൂടെ ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാം. ഇതുപോലെ അകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. അപ്പോൾ ഒരു ക്ലിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുവാണെങ്കിൽ അത് കറക്റ്റാണ്. ത്രെഡ് എപ്പോഴും ആ മെറ്റൽ ആംസ് പോലെ ഇരിക്കുന്ന ഭാഗമില്ലേ, അതിൻ്റെ കറക്റ്റ് നടുക്ക് വരണം. ഇനി നമ്മൾ നേരത്തെ വലിച്ചെടുത്ത പോലെ ആ നീളമുള്ള പാർട്ടിൽ ഇങ്ങനെ നമ്മൾ വലിച്ചു പിടിക്കുക. എന്നിട്ട് ആ പൊങ്ങി നിൽക്കുന്ന പാർട്ടുണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് നേരെ തന്നെ വരണ രീതിയിൽ പിടിച്ച് നമുക്ക് അകത്തേക്ക് പുഷ് ചെയ്യാം. നമ്മുടെ ബോബിൻ കറക്റ്റായിട്ട് ഇൻസേർട്ട് ആയിട്ടുണ്ട്. പിന്നെ ആ ഭാഗത്ത് നിന്ന് നമ്മുടെ കൈ റിലീസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം. നമുക്ക് ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോബിൻ കറക്റ്റ് പ്ലേസിലായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ത്രെഡ് ഇടുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.